ഒരു ഡ്രൈവറും ഒരു വണ്ടി ഇടിക്കട്ടെ എന്നുള്ളതിന്റെ പുറത്ത് ഒരിക്കലും ഓടിക്കണില്ല. എല്ലാവരും നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള 49 ജീവനുകൾ അല്ലെങ്കിൽ 45 ജീവനുകൾ കൊണ്ടുപോയി ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫിൽ ഒരു നല്ല മൊമെന്റ് എൻജോയ് ചെയ്യിപ്പിച്ച് തിരിച്ചുകൊണ്ട് അവരുടെ വീണ്ടും മുറ്റത്ത് ഇറക്കി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ വാഹനങ്ങളാണ്, അബദ്ധങ്ങൾ പറ്റാം, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും എല്ലാവരും വളരെ സേഫ് ആയിട്ട് തന്നെയാണ് പോയി വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു ട്രിപ്പ് എടുക്കുമ്പോൾ, കുറെ കുട്ടികളെ കൊണ്ടൊരു ട്രിപ്പ് എടുക്കുമ്പോൾ ശരിക്കും ആ ട്രിപ്പ് എടുത്ത് ഇന്ന സ്ഥലങ്ങളിലൊക്കെ കറങ്ങി തിരിച്ചു വരുമ്പോൾ ആ ബസ്സിന്റെ സ്റ്റാഫുകൾക്ക് ആ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത് വെച്ച് പറയാം. ഇപ്പോൾ പാക്കേജ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങൾ കാണിക്കാനായിട്ട് ഒരു ഗൈഡ് ഉണ്ടാവും അവരുടെ കൂടെ. അല്ലാത്ത സന്ദർഭങ്ങളിൽ ചില ട്രാവൽസിൽ അവരുടെ ഡ്രൈവർമാർ തന്നെ ആയിരിക്കും കൊണ്ടുപോയി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ ചെയ്യായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ബസ്സിലെ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പോയ സ്ഥലങ്ങൾ കാണാറില്ല എന്നുള്ളതാണ് സത്യം. ഇവർ ഈ കുട്ടികളെ അല്ലെങ്കിൽ അതിലുള്ള യാത്രക്കാരെ കൊണ്ടുപോയി സ്പോട്ടിൽ ഇറക്കി വിടുന്നു. അവർ വണ്ടിയിൽ കിടന്ന് ഉറങ്ങും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡ്രൈവറിന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. കാരണം നമ്മൾ നല്ലോണം ഉറങ്ങിയാലാണ് രാത്രി നമുക്കിരുന്ന് ഓടിക്കുന്നത്, ഈ പകല് നമുക്കിരുന്ന് ഓടിക്കുന്നത്. ഇത്ര ദൂരം ഈ വെയിലാണ്, ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവരിതൊന്നും വകവെക്കാതെ ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ റെസ്റ്റ് അത്യാവശ്യമാണ്. അപ്പോൾ അവരെപ്പോഴും പറയും, ഞങ്ങൾ വയനാട് പോകാറുണ്ട്, മൂന്നാർ പോകാറുണ്ട്, വാഗമൺ പോകാറുണ്ട്, പക്ഷെ ഇന്നേ വരെ ഈ പറയുന്ന സ്ഥലങ്ങളിലെ കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടില്ല. പോവും, തിരിച്ചു വരും. അത് ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങളുടെ പാഷനാണ്. അങ്ങനെയാണ് പറയാറ്.